രോഹിത്, നീ വിചാരിക്കുന്ന വലിയ പരിക്കൊന്നുമില്ല. രോഹിത്, ഞാൻ പറഞ്ഞതല്ലേ രോഹിത്തിനെ കൊണ്ട് ഈ പണി പറ്റില്ലെന്ന്. രോഹിത്തെ എത്ര പണം കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പണി വേണ്ട. നമുക്ക് പട്ടിണി കിടക്കാം ഒരുമിച്ച്, എന്നാലും സമാധാനം ഉണ്ടാവുമല്ലോ. പുറത്തു പോയ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാണ് പോയിരിക്കുന്നെങ്കിൽ കൂടി വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ആ ഭർത്താവ് എപ്പോ വീട്ടിൽ വരുന്നുള്ള സമയമെങ്കിലും അറിയാം. ഈ പണിക്ക് അങ്ങനെ വല്ല സമയമുണ്ടോ? അതുപോലെ ജീവനോടെ തിരിച്ചു വരുന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? വന്നാ വന്നു. രോഹിത്, അങ്ങനെ നീറി പുകഞ്ഞ് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. രോഹിത്, ഞാൻ അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് ഈ പണി വേണ്ട. നീ പറയുന്ന പോലെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. വേണ്ടെങ്കി വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ആരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പണി എടുപ്പിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവൻ അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വേണ്ട, അവിടെ 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 വേണ്ട, അവിടെ ഇരുന്നോ. പിന്നെ ഒന്നോ രണ്ടോ കിട്ടിയിട്ടുണ്ട്, അതിന് പകരം കൊടുത്തിട്ടുമുണ്ട്. ആണുങ്ങളല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഒക്കെ വേണം. പിന്നെ ഇവനെ പൂർണ്ണമായിട്ട് നിനക്ക് മാത്രമായിട്ട് വിട്ടുവന്നിട്ടൊന്നും ഇല്ല ഞങ്ങള്. ഇവൻ എന്തെങ്കിലും പറ്റിയാ ഈ വീട്ടിലുള്ളവർക്കും ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളായിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലെന്നാ പറഞ്ഞേ. എനിക്ക് മനസ്സിലായച്ചാ, ഞാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. എടുത്തു ചാടി പോവാൻ പാടില്ലായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ മോൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നീ പോയി കാണേണ്ട മറ്റാളും കൂടി ഉണ്ട്. മരണത്തിന്റെ വക്കോളം എത്തിയിട്ട് തിരികെ വന്ന ആളാ നിന്റെ ചേച്ചിയെ, ശാലിനി. മോളെ, അവള് നിന്റെ കൂടപ്പിറപ്പാ. അവളെ ഒന്ന് കാണുമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. എടീ, ലോകത്ത് പകരം വെക്കാനാകാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് രക്തബന്ധവാ. ഒരമ്മയുടെ മക്കൾക്ക് മാത്രം അഹങ്കാരത്തോടെ പറയാവുന്ന ഒരൊറ്റ ഗർഭപാത്രത്തിന്റെ അവകാശികളാണെന്നുള്ള സത്യം. അത് മറ്റാർക്ക് പറയാനാവും? ഒരാൾക്കും പറയാനൊക്കത്തില്ല. നിന്നെ വിളിച്ചിറക്കൊണ്ട് പോവാനാ ഞാൻ വന്നേ. എന്നെ പ്രേമിച്ചതിന്റെ പേരിൽ നീ ഇവിടെ തടവി കഴിയേണ്ട ഒരു കാര്യമില്ല. നീ വന്നേ. അതെ, ഒന്ന് നിന്നേ. എന്താ, വല്ലതും എടുക്കാനുണ്ടോ? അതല്ല, ഏത് പ്രേമത്തിന്റെ പേരിലും ഇതൊക്കെ ഏത് വീട്ടിലും നടക്കുന്നതാ. ഇതിന്റെ പേരില് നമ്മളിങ്ങനെ ഇരട്ടത്ത് ഒളിച്ചോടുകയല്ല വേണ്ടത്. ശിവനിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതും ഇതല്ല. അല്ല, എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. എന്നെ ഇവിടുന്ന് ആരും പിടിച്ചോണ്ട് പോകുകയൊന്നുമില്ല. ഇവിടെ ഇട്ട് ആരും അറുത്തു കൊല്ലാനും പോകുന്നില്ല. പക്ഷെ ഈ രാത്രിയില് ഒരു കള്ളനെ പോലെ അല്ല എന്നെ കൊണ്ടുപോകേണ്ടത്. പിന്നെ നിന്റെ അപ്പനെ ആങ്ങളെയും രണ്ട് അടിയും കൊടുത്ത് പിന്നെ നിന്നെ കൊണ്ടുപോകണമെന്നാണോ? എങ്കി വാ, അങ്ങനെയെങ്കി അങ്ങനെ. നിക്ക്, അടി കൊടുക്കുന്ന എന്തിനാ? അവർ അന്നം പുന്നാരമായി വളർത്തിക്കൊണ്ടുവന്ന മകളെ അവരുടെ മുന്നിൽ കൂടി ഒരു ബഹളവും കൂടാതെ തന്റെ അടുത്തോടെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോ അവർക്ക് കിട്ടുന്നത് ഇതുവരെ കിട്ടാത്ത ഏറ്റവും വലിയ അടിയല്ലേ ശിവ? അതല്ലേ ഹീറോയിസം? ഞാൻ ശിവനിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. എടി, ഞാൻ വിളിച്ചിറക്കുമ്പോ അവര് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊലപാതകം വരെ നടക്കും. എന്റെ അല്ല, അവരുടെ. അവസരം വരും, അതിപ്പോ ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും സഹിച്ചു ഇവിടെ നിന്നോളാം. പട്ടാപ്പകൽ ആൺകുട്ടിയെ പോലെ വന്ന് എന്നെ ഇവിടുന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് പോയാ മതി. പക്ഷെ അവര് വെറുതെ നോക്കി നിൽക്കണം, ഒരു വാക്കുപോലും മറുത്ത് പറയാതെ. അതിനു വേണ്ടുന്ന എന്താന്ന് വെച്ചാ നീ ചെയ്യണം.
എല്ലാവരുടെ മുന്നിലും തലയൊനിക്കുന്ന ശിവനെയല്ല ഡെയ്സിക്ക് ആവശ്യം. ചങ്കൂറ്റത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ശിവനെയാ എനിക്ക് വേണ്ടത്. നീ എപ്പോഴും പറയാറില്ലേ ശിവോഹം. ആ, പല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പന്റെ ആങ്ങളുടെ മുന്നിലേക്ക് വെട്ടാനിട്ട് കൊടുക്കുന്ന കാമുകിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ ശിവൻ ഭീരു അല്ല, ഭീരു ആകുകയില്ല. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അപ്പം വിളിപ്പിച്ചത് ഡെയ്സിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവള് വ്യക്തമാക്കിയത് അവളുടെ നിലപാടാ. അതിനി ഒരു തരത്തിലും മാറാനും സാധ്യതയില്ല. ഇനി ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും നമ്മളാ. ശിവൻ അവൻ നമുക്ക് മുന്നിലെ വലിയൊരു കരടാ. ഈ കരട് വലുതായാലും ചെറുതായാലും കണ്ണിൽ പോയാൽ അപകടമാണ്, പ്രത്യേകിച്ച് കൃഷ്ണമണിയിൽ. എടാ മോനെ, നമ്മുടെ മോള് ഡെയ്സി നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി തന്നെ. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. എന്തു വില കൊടുത്തും നമ്മളത് സംരക്ഷിച്ചിരിക്കും. അതിനൽപ്പം ചോര പൊടിക്കേണ്ടി വന്നാലും പ്ലാമൂട്ടിൽ കുടുംബത്തിന് അതൊരു അന്തസ്സാടാ. മനസ്സിലായോ നിനക്ക്?